ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത്. ഇപ്പം ക്ലേശങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങളെ ശ്രദ്ധിക്കണം നല്ലതായിരിക്കും. അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ നിങ്ങൾ കൈയടിച്ചു, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഞാൻ അത്രയും ക്ലേശത്തിലാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത്. ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ഈ ഉടമ്പടിയിൽ ഇപ്പം കണക്ഷൻ പോയെന്ന് വിചാരിച്ചു. നമ്മുടെ നമ്മുടെ കടങ്ങൾ കൊണ്ട്, നമ്മുടെ രോഗങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ കേസുകൾ കൊണ്ട്, അയൽവാസികളുമായിട്ടുള്ള പടകൾ കൊണ്ട്, നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഈശ്വര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് കണക്ഷൻസാണ് പോണത്. ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഇങ്ങനെ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ അത് ആർക്കും പോകാം. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം, ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം. കണക്ഷൻസ് പോകും. ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്തോന്നിന് ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഒരു ഫലവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത്. ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു, കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു. ഈ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ, ഇപ്പം നിങ്ങളുടെ തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി, കുമ്പസാരിച്ചിട്ട് കുറേ നാളായി, പള്ളിപ്പോയിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കുറേ നാളായി, നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ്, ഇപ്പോൾ കറണ്ട് കമ്പി, ഇപ്പോൾ ഫേസ് പോയി, ന്യൂട്രൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈൻമാർ പറയത്തില്ലേ. അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്നത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് പീസ് കെട്ടിയെടുക്കും. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ അതിൻ്റെ ഐറ്റമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത്. കണക്ഷൻസ് ആർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം, പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി, ഈ നാക്കുകൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തേ, യോഹന്നാൻ 16:4. യോഹന്നാൻ 16:4. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാ എന്ന് പറഞ്ഞേ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുന്നുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്, ടൈം ഓഫ് ദി ഈവിൾ. ഈ വല്യമ്മ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ്. ടൈം ഓഫ് ദി ഈവിൾ. എവിടെ തൊട്ടാലും കിണറ്റിൽ നോക്കിയാൽ വെള്ളമില്ല, വാതിൽ തുറന്നാൽ മുറുക്കം പാമ്പ്, മക്കളൊക്കെ ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, ഇങ്ങനെ എല്ലാം അവരുടെ സമയം. ഇങ്ങനെ നമ്മളുടെ കാണുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളായി കരുതുന്നു. ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മളെ കല്യാണത്തിന് പോലും വിളിക്കണില്ല, അവർ നമ്മൾ ഒഴിവാക്കുന്നു. അവരുടെ സമയം. ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഈശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട്. തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ്. ഇത് വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. മനസ്സിലായില്ലേ? ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. അവരുടെ സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ IELTS ചിലപ്പോൾ 2 പ്രാവശ്യം തോക്കും, 3 പ്രാവശ്യം തോക്കും, 4ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിള്ളേരെന്നെ നാടിക്കയറി പിടിക്കും. നമ്മൾ എന്താടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടാ, എഴുതാൻ കാശില്ലെന്ന് പറയും. പപ്പ എഴുതാൻ വിടത്തില്ല,
കാര്യം വേറെ ഒരു അത് കർത്താവിൻ്റെ കൈയൊക്കെ പിടിക്കണ പോലെ അവസാന പിടുത്തവാ, മുങ്ങിച്ചാകാൻ പോകണമെന്ന് പിടിക്കത്തില്ലേ. അതുപോലെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം കൊച്ചുങ്ങൾ കൈയൊക്കെ എടുക്കും, അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വിധമ പറയും, ഇനി എഴുതത്തില്ല, എഴുതാൻ കാശില്ല, പപ്പ എഴുതിക്കത്തില്ല, കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണെന്ന് പറയും. ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും. ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും, അവർ തീരാൻ പോണ്, തീർക്കരുതെന്ന് പറയും. എന്താ, അവർ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട്, നിൻ്റെ പ്രത്യക്ഷീകരണം അവർ അംഗീകരിച്ചതായി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, അവർ തീരത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ നന്ദി, കർത്താവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങൾ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്ബിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പുണ്ടവരുടെ ആഷ്ബിയയും ഹസ്ബൻഡും ആണ് സാക്ഷ്യത്തിലുള്ളത്. അവിടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കാര്യം അമ്മ ജീവനോടെ അൾത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ആ സന്നിധാനത്തിലാണ് നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത്. നിങ്ങളെക്കൊണ്ട് ഞാൻ വെപ്പിക്കാത്തതിന് കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ട് വെച്ചിട്ട് പോകും. ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത്. എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പ്രത്യേക പ്രെയറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞാൻ ആൾക്കാരെ കയറ്റാത്തതിൻ്റെ കാരണം. ആരാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഈ ആഷ്ബിയുടെ സാക്ഷ്യം എന്താ? ആഷ്ബിയുടെ സാക്ഷ്യം ആഷ്ബിയും ഭർത്താവും 9 കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്ക താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് മക്കളില്ല. അതാണ് അവരുടെ പ്രശ്നം. അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 9 കൊല്ലം മക്കളില്ലെന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല. IVF എല്ലാവരും ചെയ്തെടുത്തു. അവസാനം അവരുടെ സായപ്പ് ഡോക്ടർ തന്നെ പറഞ്ഞു, ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താ കാര്യം? അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാണ് ചിന്തിച്ചുകൊണ്ട് പോകണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ വിഷയം കണ്ടല്ലേ, അവരുടെ തീരുമാനം എടുത്ത് ഞങ്ങൾ അഡോപ്ഷന് തയ്യാറല്ലെന്ന്. അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് കൃപാസന മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും, കാര്യം അവരുടെ ബോഡിയിൽ, ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി കണ്ടൻ്റ് ഉണ്ട്. അത് കാരണമാണ് അവർക്ക് ജന്മത്ത് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത്. സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത്. കാര്യം സയൻസ് കൈകാര്യം ചെയ്യണത് മനുഷ്യൻ്റെ ബുദ്ധിയും, വിശ്വാസം കൈകാര്യം ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയുമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നമ്മൾ ഈ ചുവരുകൾക്കുള്ളിൽ ദൈവം ചെയ്യണത് നിങ്ങളുടെ ബുദ്ധി അനുസരിച്ചല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് ചെയ്യണത്. ഇപ്പം ഇവരെന്താ ചെയ്യുന്നത്? ഇവർ നാട്ടിൽ വന്നപ്പോൾ ഒരു ഉടമ്പടി ചെയ്ത്
ഉടമ്പടി ചെയ്തിട്ട് ഇവരൊരു ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹസ്ബൻഡും വൈഫുമാണ്, ഞങ്ങളുടെ പ്രോബ്ലം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഉടമ്പടി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതാണ് സത്യം എന്ന് പറയണത്. അല്ലാതെ ഇവിടെ ഭർത്താക്കന്മാർ വന്ന് വണ്ടി ഇരുന്നിട്ട് നീ ചെയ്യുമെന്ന് പറയത്തില്ലേ. ഇവർ കുറേ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉണ്ട്. അത് ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ ഭാര്യയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നേടണം. എന്നിട്ട് ഇവനെന്ത് ചെയ്യണം? ഇവർ പഴയ കലാപരിപാടി തുടങ്ങണം. ഇതിനവൻ വണ്ടിയെ പോയി ഇരിക്കുകയാണ് ഭാര്യ. ഈ മനുഷ്യൻ അങ്ങല്ല, അതിൻ്റെ സത്യമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ സത്യം ഉണ്ടാകണം. ശാന്തകുമാരി സത്യം ഉണ്ടാക്കി. ഡ്രൈവർ പറഞ്ഞ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ പുതുക്കിയവരൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ശാന്തകുമാരി നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ വന്നിരിക്കുന്നത് ഉടമ്പടി ചെയ്യാൻ വേണ്ടിയാണ്, ഞാൻ ഒറ്റക്കടങ്ങനെ വന്നോളാന്ന് പറയുമ്പോൾ അതിൻ്റെ സത്യമുണ്ട്. ഈ ഭർത്താവും ഭാര്യ വന്ന് ഓഫീസിൽ പറയുകയാണ്, ഒരാൾക്കല്ലേ കയറാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, ഞങ്ങൾക്ക് മക്കളില്ല, അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് ഞങ്ങൾക്ക് ഉടമ്പടി ചെയ്യണം. അതാണ് സത്യം. ഓഫീസിൽ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഉടമ്പടി ചെയ്തോളാൻ പറഞ്ഞു. ഭർത്താവല്ലേ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കണത്. അപ്പോൾ ഭർത്താവ് ആ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഭാര്യനെ കൊണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി ചെയ്തേച്ച് മാതാവിൻ്റെ കൈ കൊണ്ട് മാതാവിനെ ഇങ്ങനെ ജെരോളയെ തൊട്ടപ്പോൾ പെട്ടെന്ന് കറണ്ട് അടിക്കണ പോലെ ഷോക്കടിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് പറയണ, എടി ഇത് വേറെ സ്ഥലമാണ്, ഇത് വല്ലാത്ത അനുഭവമായിപ്പോയി, ദൈവം നമ്മൾ അനുഗ്രഹിച്ച് എന്ന് പറഞ്ഞു. ആ മാസം അവൾ പ്രഗ്നൻ്റ് ആവും. ഇതാണ് ആ മാസം അവർ പ്രഗ്നൻ്റ് ആകുകയാണ്. ഒരു കുഞ്ഞിനെ കൊണ്ടാണ് വന്നിരിക്കണേ. ഈ സന്നിധാനം എന്ന് പറയുന്നത് സന്നിധാനമാണത്. നമ്മുടെ വിഷയം എന്താണ്? നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കണം, എൻ്റെ സാക്ഷ്യം കൊണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയെ സഹായിക്കണമേ. അതല്ലേ പ്രാർത്ഥന? അതല്ലേ സത്യം? അല്ല എൻ്റെ സാക്ഷ്യം കൊണ്ട് ആൾക്കാരെന്താ പറയണത്? ഞാൻ സാക്ഷ്യം പറയണം, അപ്പം നാട്ടുകാർ കേൾക്കത്തില്ലേ, അയൽവാസികൾ കേട്ടില്ലേ, എന്നെ കളിയാക്കത്തില്ലേ എന്നാ പറയണത്. അത് സത്യമല്ല. അവരുടെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങളെ ഒത്തിരി പേര് സാക്ഷ്യം പറയാതെ തലയെ തുണിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉടമ്പടി വെച്ച് അടിച്ചു മാറ്റിയിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളുടെ തലവെട്ടി കളയുന്ന ദൈവം. എന്താ കാര്യം? നിങ്ങൾ ഹിപ്പോക്രാറ്റുകളാണ്, കാപട്യമുള്ളവരാണ്. ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ലേ. ഇനിയുണ്ട് ദിവസങ്ങൾ. ഇനി നിനക്ക് പ്രശ്നം വന്നാൽ പഴയതുപോലെ ഭാര്യനെ കൊണ്ട് ഉടമ്പടിക്കുകയോ ഭാര്യയുടെ ഉടമ്പടിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാർ കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയാൻ മുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങാൻ പറ്റത്തില്ല. മുങ്ങിയവൾ ആരായാലും പൊങ്ങാൻ നിവർത്തിയില്ല. എന്താ കാര്യം? സത്യത്തിൻ്റെ സന്നിധാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഈശ്വരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശ്വരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് സയൻസ് മനുഷ്യൻ്റെ ബുദ്ധിയെ അന്വേഷിക്കുന്ന, ഉടമ്പടി ദൈവത്തിൻ്റെ ശക്തിയെ അന്വേഷിക്കുന്ന? നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ അയാളുടെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ വെളുപ്പിനെ ഇട്ടിട്ടുണ്ട് സാക്ഷ്യം. അദ്ദേഹം ഒരു കൊതമംഗലംകാരനാണ്, കൊതമംഗലം ഇടവക തന്നെയുള്ള ആളാണ്. അതിന് സാക്ഷ്യം ഇതാണ്. കടങ്ങൾ ഭയങ്കരമായി. അപ്പോൾ അവർ ആരോ വിളിച്ചു പറഞ്ഞു, ഞങ്ങളിന്ന് വൈകുന്നേരം എല്ലാവരും കൂടി നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം കടക്കാർ പറയാൻ നമുക്കറിയാമല്ലോ, അവർ വന്നിട്ട് തോന്നിയ ദിവസം പറയും. അപ്പം മാന്യന്മാരായിട്ട് പൊറുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ ചോദിക്കും അവരെന്തിനാ വന്ന് പറയുമ്പോൾ നമ്മുടെ ഇടം നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ഭയങ്കര ക്ഷീണമാണ്, അഭിമാനം പോകും. അപ്പോൾ ഇയാൾക്ക് ടെൻഷനാണ്. ഇയാൾ കാക്കനാട് ജോലി ചെയ്യാണ്. കാക്കനാട് ജോലി ചെയ്യുന്ന ആൾ, അയാൾക്ക് ടെൻഷൻ കാരണം അയാൾ ഹാഫ് ലീവ് കഴിഞ്ഞപ്പോൾ ചുമ്മാ റിസൈൻ ചെയ്യല്ല, ഒപ്പിട്ടിട്ട് പോകുന്നു. പക്ഷേ എന്ന് പറയും, ഞാൻ ഒപ്പിട്ട് കമ്പനിയുടെ പുറത്തിറങ്ങി. തുച്ഛമായ ചെറിയ കമ്പനിയാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തെക്ക് വടക്ക് നടക്കുകയാണ്. ഇവിടെ വെറുതെ ഒപ്പിട്ടാണ്. അവിടെ ഇരിക്കാൻ പറ്റാഞ്ഞ കാരണം, കമ്പനി ഇരുന്ന് മനസ്സമാധാനം ജോലി ചെയ്യാൻ പറ്റാഞ്ഞ കാരണം ഞാൻ ഒപ്പിട്ട് ലീവെടുത്ത് ഹാഫ് ലീവ് എടുത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവിടെ പോകാനാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം.
അപ്പം എനിക്ക് തോന്നി ആലപ്പുഴക്ക് പോകാം, അമ്മയടുത്ത് പോയിരിക്കാമെന്ന്. കണ്ടാ, ഇവിടെ വന്ന് ആ മനുഷ്യൻ ഇരുന്ന് സന്ധ്യ വരെ ഇരുന്ന് വെറുതെ ഇരുന്നിട്ട് കണ്ണീരോടെ കാര്യം പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ സന്ധ്യ ആയപ്പോൾ ഇവിടുന്ന് പോയി. അയാൾ പറഞ്ഞു, ഞാൻ കോതമംഗലമൊക്കെ എത്തിയപ്പോൾ 11:15 രാത്രി. പക്ഷേ എനിക്ക് വല്ലാത്തൊരു ധൈര്യം കിട്ടി. ഞാൻ ആ സമയത്ത് തന്നെ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച് അവനെ വിളിക്കാൻ. ഞാനൊന്ന് രാത്രി ചെന്ന ഉടനെ അവനെ വിളിച്ചു. അവൻ വരുമെന്ന് പറഞ്ഞൊരു പേടിച്ചിട്ടാണ് ഈ മനുഷ്യൻ ജില്ല വിട്ട് പോന്നിരിക്കുന്നതാണ്. അവൻ തിരിച്ച് ചെല്ലുമ്പോൾ ഇരട്ടി ധൈര്യത്തോടെ ചെന്നിരിക്കുക. അവനെ തിരിച്ച് വിളിച്ച്, ചേട്ടാ ഇതാണ് എൻ്റെ അവസ്ഥ. ഉടനെ അയാൾ കൂളായിട്ട് പറയുകയാണ്, അതിനെന്താ, നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ തന്നാൽ മതിയൊന്നും. പിന്നെ നടക്കുന്ന സംഭവം അതിനേക്കാൾ സംഭവമാണ്. പിന്നെ എന്താ നടക്കണത് അപ്പം, പെണ്ണിൻ്റെ അപ്പം വിളിച്ചു ചോദിച്ചു, പറഞ്ഞ്, എനിക്ക് വയസ്സല്ലേ, ഞാൻ കട നടത്തുകയാണ്, നീ അവിടെ കടയിൽ വന്ന് നിൽക്ക്, നിനക്കിപ്പോൾ അവിടുത്തെ പണി ചെറിയ പണിയല്ലേ, അതിനെക്കൂടി ശമ്പളം കിട്ടി കടയിൽ വന്ന് നിൽക്കുക. ആ കടയിൽ പോയി നിന്ന് കട കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മാസം കടയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പം ചോദിക്കണേ, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് പോയപ്പോഴെന്താണ്, ഒരു വീട് സ്ഥലവും അപ്പം വിലക്കെടുത്ത് അവൻ്റെ പേരിൽ കൊടുത്തത്. എത്ര പെട്ടെന്നാണ് ഫയൽ ഒപ്പിട്ട് മാറാമെന്നറിയാവോ? അത്രയും സ്പീഡായി സംഭവം. ഒരു മനുഷ്യൻ പേടിച്ച് ജീവിതത്തിൽ നിന്ന് ഓടിയവൻ തിരിച്ചാവശ്യത്തോടെ കണ്ണുനീരോടെയാണ് അവർ വിതക്കാൻ പോയത്. കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നീ നാഥനല്ലേ ഈശോ. തളർന്ന താങ്ങിയെന്നെ ഓരിക്കും സ്നേഹരാജനല്ലേ ഈശോ. കരഞ്ഞ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്നീ നാഥനല്ലേ ഈശോ. ഈ കണ്ണീരെന്ന് പറയുമ്പോൾ അതിന് തന്നെ ഒരു ബലമാണ്. ശരിക്കും കണ്ണീര് ഉടമ്പടിയുമൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. കണ്ണീരിൽ നിന്നാണ് ഈ ഉടമ്പടി ഉണ്ടാകണത്. ശരിക്കും സങ്കീർത്തനം 119, 154 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന യേശുവേ ആരാധന. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. സങ്കീർത്തനം 119, 153 എടുത്തേ. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ അങ്ങയുടെ നിയമം ഞാൻ മറക്കുന്നില്ല. ഇപ്പം സഹനവും നിയമവും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി. അതാ സങ്കീർത്തനം 119, 153 എന്താ പറയണത്? എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നു. അപ്പൊ നിയമം എന്ന് പറയുന്നത് വാഗ്ദാനം, അതുപോലെ വാഗ്ദാനം, നിയോഗം, അതുപോലെ തന്നെ നിയമം എന്ന് പറയുന്നത് നമ്മൾ നിറവേറ്റാനുള്ള ജീവിതം. അപ്പോൾ ഈ നിയമവും അത് പറയുന്ന കവനൻറ്റും ഉടമ്പടിയും നമ്മുടെ സഹനവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന ദൈവം. നിങ്ങൾക്ക് സഹനമുണ്ടോ, ഓൾറെഡി നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. കണ്ണീരിന് നമുക്ക് ചെയ്യാനുള്ള മറുപടി എന്താണ്? കവനൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്. ഒന്ന് വായിച്ച് 53, 54 വായിച്ച്. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ വിടുവിക്കണമേ, അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി വാദിക്കാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവത്തിന് ഉള്ള ഒരു അവസരമായിട്ടാണ് നമ്മുടെ കണ്ണീര് കാലം വരണത്. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മകനാണ് നമ്മളല്ലേ, ദൈവത്തിൻ്റെ മകളാണ്. അപ്പം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സഹിച്ച് കണ്ണീരിട്ട് ജീവിക്കുന്നത് ദൈവഹിതമല്ല. അപ്പം നിൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഉടനെ കർത്താവിൻ്റെ അകത്ത് ഇടപെടും, നിനക്ക് വേണ്ടി വാദിക്കും. അതാണ് ജോബ് പറയണത്. ജോബ് എടുത്ത്
16, 20, 21. സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു. എന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു. ഒരുവൻ അയൽക്കാരന്റെ മുൻപിൽ വാദിക്കുന്നത് പോലെ അത് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായവാദം നടത്തട്ടെ. ഈ കണ്ണീര് മതി നമുക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ ന്യായവാദം നടത്താൻ. അതാണ് അപ്പോൾ ആ കോതമംഗലത്തെ മനുഷ്യൻ സംഭവിച്ചത് അതാണ്. അയാളുടെ അവസ്ഥ സത്യസന്ധമായിരുന്നു. അയാളുടെ അഭ്യാസം കാണിക്കാനും ആഡംബരം കാണിക്കാനും അല്ല, ഒന്ന് പിഴച്ചു പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ. അതിനുവേണ്ടി വേറെ ഒരിടത്തും പോയില്ല. അയാളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ അയാൾ വന്ന് കണ്ണീരിടുകയാണ്. സത്യത്തിൻ്റെ കണ്ണീര് അയാൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ദൈവം ആ വിഷയം ഏറ്റെടുക്കുകയാണ് ചെയ്യണത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സഹനം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു മെരിറ്റാണ്. നമ്മുടെ സഹനമില്ലേ, നിങ്ങളുടെ എന്ത് സഹനമായിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ സഹനമാണല്ലോ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുടെ സഹനം, തോൽവിയുടെ സഹനം, കച്ചവടക്കാർക്ക് നഷ്ടത്തിൻ്റെ സഹനം, കല്യാണം കഴിച്ചവർക്ക് ഭർത്താവിൻ്റെ ഭാര്യയോട് മാനസികമായി ഉണ്ടാക്കുന്ന ഞെരുക്കത്തിൻ്റെ സഹനം, ഓരോരുത്തർക്കും ഓരോരോ സഹനമാണ്. ഈ സഹനമാണ് നമ്മുടെ മെരിട്ടെന്ന് പറയുന്നത്. ഉടമ്പടിയുടെ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? അതെന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടല്ല, അത് നെഗറ്റീവാണ്. നിനക്ക് ഉടമ്പടി എടുക്കാൻ യോഗ്യത ഉണ്ടെന്ന് അറിയണമെങ്കിൽ നിനക്ക് സഹനം ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെന്ന് പറയും. സഹനമാണ് നമ്മുടെ യോഗ്യത എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാണ് സത്യം. ഇവിടെ എപ്പോഴും പാവപ്പെട്ടവരുണ്ടായിരിക്കും. ഈശോ സിസ്റ്റത്തെക്കുറിച്ച് ഈശോയോട് സംസാരിച്ചപ്പോൾ ഈശോ പറഞ്ഞത് എന്താണ്? പാവങ്ങൾ, ഇസങ്ങൾ മാറാം, ഭരണങ്ങൾ മാറാം, പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 26:11. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. അത് നിത്യതയെക്കുറിച്ച് ഈശോ പറയുമ്പോഴാണ് പറയണത്. പക്ഷേ ഈശോ അവസാനം പറയുന്നുണ്ട്, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അതാണ് ഈ കോണ്ടസ്റ്റിൽ നമ്മൾ ലൂപ്പ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് സ്വർഗസ്ഥയിലേക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് പറയും, ഞാൻ അരൂപിയിലെ ഐ വിൽ ബി വിത്ത് യു, അന്ത്യകാലം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ കൂടെ ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകാത്ത അനുഭവത്തിനാണ് കമ്മ്യൂണിക്കേഷൻ കർട്ടയിൽ എന്ന് പറയുന്നത്. കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇത് ഒരു ആധ്യാത്മിക ദുരന്തമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്, അവസാന ശ്വാസം വരെയും ഭൂമിയുടെ ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പൊ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ വി ഡോണ്ട് ഫീൽ ഇറ്റ്. നോക്കിയേ, ഇപ്പോൾ സൂര്യനുണ്ട്, സൂര്യന് ചൂടുണ്ട്, പക്ഷെ നമ്മളത് ഫീൽ ചെയ്യുന്നില്ല. എന്താ കാര്യം? മുകളിൽ റൂഫുള്ളത് കൊണ്ട് അല്ലേ? ഇതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും, പക്ഷെ കമ്മ്യൂണിക്കേഷൻ കട്ടയില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. സങ്കടത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സങ്കടകാലത്തിന് അതാണ് ആ സമയം എന്ന് പറയണത്. ഈശോ 16:4 പറഞ്ഞില്ലേ, ആ സമയം വരുമ്പോൾ, ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എപ്പോഴും ബിവെയർ ഓഫ് ദാറ്റ് ടൈം. ഒരു സമയം എപ്പോഴായാലും നമ്മുടെ മുമ്പിൽ വരും, പ്രത്യക്ഷപ്പെടും. ദുഃഖത്തിൻ്റെ, ദൈവത്തെ പോലും ഫീൽ ചെയ്യാത്ത, പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത ഒരു ടൈം. ആ ടൈം വരുമ്പോൾ പിന്നെ എന്താ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ? എന്താ ചെയ്യാൻ പറ്റണത്? ആ സമയം വരുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നുവെന്ന്, അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. മനസ്സിലായില്ലേ? നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കട്ടയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ, പിന്നെയുള്ള എമർജൻസി ആയിട്ടുള്ള നടപടി എന്താണ്? പണ്ട് കർത്താവ് പറഞ്ഞത്
നമ്മൾ ഓർക്കണം. അതിനാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നേരത്തെ കർത്താവ് ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടലായി കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഫീൽ നമുക്കുണ്ടാകുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റാതെ വന്നാൽ നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മൾ അരമണിക്കൂർ വായിക്കും. ഉടമ്പടി നമ്മൾ അരമണിക്കൂർ വചനം വായിക്കണില്ലേ? അതാണ് സംഭവം. ഇതാ കമ്മ്യൂണിക്കേഷൻ എങ്ങാനും കട്ടായി ചെയ്താൽ കട്ട് ആകാതിരിക്കാൻ വേണ്ടി നേരത്തെ കർത്താവ് പറഞ്ഞത് നമ്മളെന്ത് ചെയ്യും? അത് നമ്മൾ അവൻ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യും. ഇവിടെയാണ് ഈ പത്രം കൊടുപ്പൊക്കെ വരണത്. ഇവിടെയാണ് നമ്മുടെ ആതുര സേവനങ്ങൾ വരണത്. എന്താണ്? നേരത്തെ അവൻ പറഞ്ഞതാണ്. ഇപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് അവൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ചെയ്യാണ്. അതാണ് കവനൻ്റ്. കൈയടിച്ച് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ചെയ്തുകൊണ്ട് യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളോട് കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അൽപകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിർത്തും. അൽപകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിർത്തും. ക്ലേശകാലത്ത് കൂടാരമേ എന്നെ പ്രിയനെന്നെ മറയ്ക്കും. അൽപകാലം കഴിഞ്ഞ് ഉയർന്നതാം താരമേ എന്നെ അവൻ കയറ്റി നിർത്തും. എന്നെ അവൻ കയറ്റി നിർത്തും. അപ്പോൾ ഈ ക്ലേശകാലം എന്ന് പറയണത് യോഹന്നാൻ 16:4 ആ സമയമാണ്. ഈ സമയത്താണ് കമ്മ്യൂണിക്കേഷൻ കട്ടലായി പോണത്. അതിനെക്കുറിച്ചാണ് ലൂക്ക 8:7 എടുത്ത് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിൻ്റെ തർജ്ജിമ എന്താണ്? ലൂക്ക 8:14. ലൂക്ക 8:14. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ സമ്പത്ത് സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കിക്കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തവരാണ്. ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഉടമ്പടിയിൽ നമ്മൾ ചില ആൾക്കാരല്ലേ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ട് മഴയും കൊള്ളാതെ വെയിലും കൊള്ളാതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരില്ലേ, അവരൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലേശകാലത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ക്ലേശകാലത്താണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ ക്ലേശകാലത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ കട്ടായി കിടക്കുകയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ മാർഗമുള്ളത്? നേരത്തെ പറഞ്ഞ വചനം അനുസരിച്ച് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ക്ലേശത്തിൻ്റെ കണ്ട 8:14 വായിച്ച ലൂക്ക 8:14 വായിച്ച മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ. ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ജീവിത ക്ലേശങ്ങൾ ഫലം തരാതെ പോകാം. കാര്യം എപ്പോഴും ക്ലേശത്തെക്കുറിച്ചല്ലേ ആൾക്കാർ ഉടമ്പടി എടുത്താലും ചില ആൾക്കാർ നാളത്തേക്ക് എത്തിക്കാം, മറ്റന്നാളത്തേക്ക് എത്തിക്കാം, വരട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കണ എന്തിൻ്റെ കാര്യം? അവർക്ക് ശരീരത്തിൽ വേദനയും ക്ലേശങ്ങളൊക്കെ ഉണ്ട്. ചില ബുദ്ധിയുള്ളൊരു ആത്മീയ ബുദ്ധി എന്ന് പറയും, സ്പിരിച്വൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ പറയും, ഇപ്പോൾ ചില പറയും, അച്ഛാ എനിക്ക് രാവിലെ ബാത്റൂമിൽ നോക്കിയപ്പോൾ ഭയങ്കര ബ്ലഡാണ്, എനിക്ക് ബ്ലീഡിങ്ങാണ്. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് പനിയും കയറുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ഇന്ന് റെസ്റ്റ് എടുക്കാം, ഈ അവസ്ഥയിൽ എങ്ങനെ പള്ളിയിൽ പോകും. പിന്നെ ഞാൻ വിചാരിച്ചു ഈ അവസ്ഥയിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ കർത്താവിനെ ഞാൻ പുറത്ത് നിന്നാലും കണ്ടിട്ട് പോരും. അപ്പം ബ്ലീഡിങ് തീരും. ആ സെക്കൻഡിന്
നിങ്ങൾക്കറിയാവില്ല, ദൈവാനുഭവം എന്ന് പറഞ്ഞ ഒരു തീരുമാനമാണ്. ചില ആൾക്കാർ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ അത് വെച്ച് ദൈവത്തിൽ നിന്ന് അകലാൻ വേണ്ടിയാണ് ജഡിക മനുഷ്യൻ ചിന്തിക്കത്തുള്ളൂ. ആധ്യാത്മിക മനുഷ്യൻ അത് വെച്ച് ദൈവത്തിലേക്ക് അടുക്കാൻ നോക്കും. എനിക്ക് ക്ലേശമുണ്ട്. ഇപ്പം ഇന്നലെ പറയണേ, ഞാൻ 14 പത്രം കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ 14 ആൾക്കാരത്ത് നീട്ടിയിട്ടും 14 പേരും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറ്റിയെന്നറിയോ? ഞാൻ പുറത്ത് വരുമ്പോൾ കയ്യാലപ്പുറത്തൊരു പത്രം മഴയും കൊണ്ടിരിപ്പുണ്ടത്. ഞാൻ 14 പത്രം റിജക്റ്റ് ചെയ്ത സ്ഥലത്ത് ഞാൻ ആ പത്രം കൂടി എടുത്തിട്ട് 2 കിലോമീറ്റർ വീണ്ടും നടന്ന് ഓട്ടോറിക്ഷ അവരെ പോയി എല്ലാവർക്കും കൊടുത്തെന്ന് പറഞ്ഞു. ഇതാണ് സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്ന് പറയണത്. ആധ്യാത്മിക ബുദ്ധിയുള്ളവരെ. ആധ്യാത്മിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടെങ്കിലേ, അതാണ് ഈശോ പറഞ്ഞത്. ഈ പരിശുദ്ധാത്മാവെന്ന് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഡോർമെൻ്റ് ആണെങ്കിലും അത് അവിടെ ഉണ്ടാവും, നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യണത് നമ്മുടെ വിശ്വാസത്തിൻ്റെ എബിലിറ്റി അനുസരിച്ചേ ഉള്ളൂ. ഒരു റിസ്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ തകർന്നാലും തരിപ്പണമായാലും പിന്നെയും ദൈവത്തെ പ്രതി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ദൈവം സത്യമായത് കാരണം അത് പെട്ടെന്ന് സമയബന്ധിതമായിട്ട് ആ വിഷയത്തിന് ഇടപാടുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം പേയ്മെൻറ്റ് സീറ്റുകളാണ്. സ്വർഗം പോലും പേയ്മെൻറ്റ് സീറ്റാണ്. സ്വർഗം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കർത്താവിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം. ആ ചില്ലറ പേയ്മെൻ്റ് ഒന്നുമല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർഗം നല്ല വിലയുള്ളതാണ്. നമ്മളെ വിശ്വാസികളുടെയും രക്തസാക്ഷികളുടെയും ജീവിത വിശുദ്ധിക്ക് വേണ്ടി ജീവൻ പണയപ്പെട്ട ധർമ്മരക്തസാക്ഷികളുടെയും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ബൈബിളിൻ്റെ സ്വർഗം എന്തുമാത്രം വിലയുള്ളതാണ്. ഒരു വിഷയം എന്തുമാത്രം വിലയുള്ളതാണ്. ബൈബിൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സ്വർഗത്തിന് കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്, യേശുവിൻ്റെ ജീവൻ്റെ വിലയാണ്, അവൻ്റെ സഹനത്തിൻ്റെ വിലയാണ്. ആ വില കൊടുക്കാൻ വേണ്ടി സത്യസന്ധത ആര് കാണിച്ചാൽ സമയബന്ധിതമായി നിന്റെ ഉടമ്പടിയുടെ മേൽ ദൈവം ഇറങ്ങി വന്ന് തീരുമാനം എടുത്തിരിക്കും. ശ്വാസം പ്രഖ്യാപിച്ച് ആരാധനയോട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ആക്ച്വലായിട്ടുള്ള ഒരു നിലപാട് തറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ആശ്രയിക്കാൻ ഒരവസ്ഥ വന്നാൽ ദൈവത്തിൽ, അതാണ് ശാന്തകുമാരിക്ക് സംഭവിക്കുന്നത്. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അവരുടെ ആശ്രയം സത്യമായത് കൊണ്ടാണ് സിൽവഗിരയിൽ ആ പ്രകാശം ആളുടെ മുമ്പിലൂടെ 4 പ്രാവശ്യം കടന്നു പോകുന്നത്. ഈ കേട്ട സാക്ഷ്യങ്ങളെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് ഒരു മനുഷ്യൻ ഇവിടെ കാർ ഓടിച്ച് ഒറ്റയ്ക്ക് വന്ന്, അത് ഉടമ്പടി സാക്ഷ്യം പറയാൻ വന്നാണ്. സാക്ഷ്യങ്ങൾ എന്താ പറഞ്ഞെന്നറിയാവോ? കേരളം ആധ്യാത്മികമായ ഒരു പരീക്ഷണശാലയാണ്. ഈ കാലത്ത് ലോകത്തിൻ്റെ ആധ്യാത്മികതയെ ഇവിടുന്നാണ് ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കണമെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നിശ്ചയ ആരാധന. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാറാമ്മ എന്ന മോള് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു. സാറാമ്മയുടെ സാക്ഷ്യം എന്ന് പറയണത്, സാറാമ്മയ്ക്ക് ഇവിടെ വരണം, പക്ഷെ വരാൻ പിള്ളേർ കൊണ്ടുപോകത്തില്ല. പക്ഷേ പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് ഇവിടെ കാതിലൊരു വണ്ട് കയറും. ആ വണ്ട് അകത്തിരുന്ന് മൂളിക്കുകയാണ്,
അപ്പോൾ ഇവരെന്നാ ചെയ്യുന്നത്, ഇവർ ചാഞ്ഞ് കിടന്നുകൊണ്ട് വണ്ടിനെ കൊല്ലാൻ വേണ്ടി തലേണിയൊക്കെ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കർണത്ത് തലേണി വെക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ ആ സമയത്ത് തന്നെ ഇവിടുത്തെ ധ്യാനമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു വണ്ട് ഒരു സഹോദരി ഉള്ളിലോട്ട് കയറി പോകുന്നു, പേടിക്കണ്ട, അത് മഹാസ്വരത്തോടെ ഇപ്പോൾ പുറത്താകുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹെലികോപ്റ്റർ വീഴുന്ന പോലെ ഇവിടെ ചെവിയിൽ നിന്ന് സാധനം തെറിച്ചു പോയി. അപ്പോഴും സാത്താൻ അവിടെ പ്രവർത്തിച്ച് മകളോട് പറഞ്ഞു, മകൾ പറഞ്ഞത് ഇല്യൂഷനാണെന്ന്. പണ്ട് നമ്മൾ പ്രാർത്ഥിക്കണ കാലത്ത് നമ്മുടെ അമ്മമാർ നമ്മളെ കുഞ്ഞിത്തലേണി കിടത്തിയിട്ട് അമ്മമാർ ചുണ്ടിലൊരു കുറിച്ചിടും, ചെവിയിൽ കുറിച്ചിട്ട് പറയും, കർത്താവേ കണ്ണിലും കുറിച്ചിടും. നമ്മുടെ എന്താണ്, ആകാത്ത കാഴ്ച കാണാതിരിക്കാൻ, ആകാത്തത് കേൾക്കാതിരിക്കാൻ ചെവിയിലും കണ്ണിനെയും ബന്ധിക്കണമെന്നാണ്. ഇപ്പോൾ ആരും നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് ചെയ്യണില്ല. നമ്മൾ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ വിശ്വസ്തത നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകണത്? അവിടുത്തെ വിശ്വസ്തരെ സ്നേഹത്തിൽ വായിച്ചേ, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. വിശ്വസ്തരായി. ഇപ്പം പലരും നമ്മളെ പറഞ്ഞ് പറ്റിച്ചു, വഞ്ചിച്ചു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ദൈവത്തോട് വിശ്വസ്തയായിട്ട് മുന്നോട്ട് പോകും. വിശ്വസ്തർക്ക് എന്ത് പറ്റുമെന്നാണ് ഞാൻ 3:9 പറയണത്. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങേ സ്നേഹത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ വചനങ്ങളോടും ഉടമ്പടിയോടും വിശ്വസ്തത പാലിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുമിച്ച് പാടുക. സ്നേഹത്തിൽ പൂനിലാവേ എന്നുള്ളിൽ വാവാ സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയാ